ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ കോളംസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൽ യൂളേഴ്സ് ബക്ലിംഗ് തിയറി, അതേപോലെ റാങ്കൈൻസ് തിയറിയൊക്കെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു കോളം? ആക്സിയൽ ലോഡ് ക്യാരി ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പറിനെയാണ് നമ്മൾ കോളം എന്ന് വിളിക്കുന്നത്. കോളംസ് ആർ വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രസീവ് ഫോഴ്സ്. ഇനി ഒരു കോളം ഫെയിൽ ചെയ്യാൻ 3 മോഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് കംപ്രഷൻ ഫെയിലിയർ ആണ്. ക്രഷിംഗ് ഫെയിലിയർ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഈ ക്രഷിംഗ് ഫെയിലിയറിൽ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷോർട്ട് കോളംസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എക്സീഡ് ചെയ്യാൻ നേരം കോളത്തിൻ്റെ ഒരു പോർഷൻ ഇതേപോലെ ബൾജ് ചെയ്ത് ക്രഷായിപ്പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രഷിംഗ് ഫെയിലിയർ അല്ലെങ്കിൽ കംപ്രഷൻ ഫെയിലിയർ എന്നൊക്കെ വിളിക്കുന്നത്. ഇത് യൂഷ്വലി സംഭവിക്കുന്നത് ഷോർട്ട് കോളംസിലാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഷോർട്ട് കോളം എന്താണ്, സ്ലെൻഡർ കോളം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോയെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അതായത് നമ്മളിപ്പം കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ഈ ഒരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 12, അങ്ങനത്തെ കോളംസിനെയാണ് നമ്മൾ ഷോർട്ട് കോളംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഷോർട്ട് കോളംസിൽ വരുന്ന ടിപ്പിക്കൽ മോഡ് ഓഫ് ഫെയിലിയർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കംപ്രഷൻ ഫെയിലിയർ. അടുത്തത് ബക്ലിംഗ് ഫെയിലിയർ ആണ്. ബക്ലിംഗ് ഫെയിലിയർ സംഭവിക്കുന്ന വളരെ ടോൾ ആയിട്ടുള്ള സ്ലെൻഡർ കോളംസിലാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതേപോലെ ബക്കിൾ ചെയ്യും, ഇങ്ങനെ വളഞ്ഞ് ബോ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ ബക്ലിംഗ് ഫെയിലിയർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ടോൾ അല്ലെങ്കിൽ സ്ലെൻഡർ കോളംസിൽ ഫെയിലിയർ സംഭവിക്കുന്നത്. അപ്പോൾ സ്ലെൻഡർ കോളംസ് എന്താ? when the ratio of effective length to least lateral dimension is greater than 12. അപ്പോൾ അങ്ങനെ ഗ്രേറ്റർ ദാൻ 12 റേഷ്യോ വരുന്ന കോളംസിനെയാണ് നമ്മൾ സ്ലെൻഡർ കോളംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ലെൻഡർ കോളംസിലാണ് ഇതേപോലത്തെ ബക്ലിംഗ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ മോഡ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഈ ബക്ലിങ്ങിൻ്റെയും കംപ്രഷൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇത് യൂഷ്വലി സംഭവിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് കോളംസിലാണ്. ഇൻ്റർമീഡിയറ്റ് കോളം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ റേഷ്യോ ഉണ്ടല്ലോ, എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ഈ ഒരു ലെങ്ത് 3ക്കും 12നും ഇടയ്ക്ക് വരുന്ന കോളംസിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോളംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർമീഡിയറ്റ് കോളംസിൽ ബക്ലിങ്ങും വരും കംപ്രഷനും വരും. ഇപ്പോൾ രണ്ടുകൂടെ കമ്പൈൻ ചെയ്താണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ഇൻ ഇൻ്റർമീഡിയറ്റ് കോളംസ് ഡ്യൂ ടു കോമ്പിനേഷൻ ഓഫ് കംപ്രസീവ് ആൻഡ് ബക്ലിംഗ് സ്ട്രെസ്സസ്, intermediate columns are generally defined as having effective length by least lateral dimension ratio between 3 and 12. അപ്പോൾ ഓർത്തോളുക, ഷോർട്ട് കോളംസിൽ when the ratio is less than 12, ഷോർട്ട് കോളംസിൽ കംപ്രഷൻ ഫെയിലിയർ, ലോങ് സ്ലെൻഡർ കോളംസിൽ when the ratio is greater than 12, അങ്ങനത്തെ കോളംസിൽ ബക്ലിംഗ് ഫെയിലിയറും, ഇൻ്റർമീഡിയറ്റ് കോളംസിൽ കംപ്രഷൻ ആൻഡ് ബക്ലിംഗ് ഫെയിലിയർ ഒരുമിച്ചാണ് വരുന്നത്. ഇൻ്റർമീഡിയറ്റ് കോളംസ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്നുള്ള റേഷ്യോ ഇറ്റ് ബി ബിറ്റ്വീൻ 3 and 12. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ യൂളേഴ്സ് തിയറി ഓഫ് ബക്ലിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സ്ലെൻഡർ കോളംസിൽ നടക്കുന്ന ബക്ലിംഗ് ഉണ്ടല്ലോ, ബക്ലിംഗ് ഫെയിലിയർ, അതിനെക്കുറിച്ചാണ് ഈ യൂളേഴ്സ് തിയറി ഓഫ് ബക്ലിംഗ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു തിയറിയിൽ എടുക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റീരിയൽ ഷുഡ് ബി ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോളത്തിൻ്റെ മെറ്റീരിയൽ ഹോമോജീനിയസ് ആയിരിക്കണം, ഒരേ മെറ്റീരിയൽ തന്നെ ആയിരിക്കും ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നത്. ഐസോട്രോപിക് ആയിരിക്കണം. സ്ലെൻഡർ കോളം ഷുഡ് ബി ലോങ് ആൻഡ് പ്രിസ്മാറ്റിക്, ക്രോസ് സെക്ഷൻ ഏരിയയിൽ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ല. സ്ലെൻഡർ ആൻഡ് ലോങ് കോളം ആയിരിക്കണം. സ്ലെൻഡർ കോളം ആണെങ്കിലേ ബക്ലിംഗ് ഫെയിലിയർ ഉണ്ടാകത്തുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം യൂളേഴ്സ് തിയറി ഓഫ് ബക്ലിംഗിൽ നമ്മൾ സ്ലെൻഡർ കോളംസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മെറ്റീരിയൽ ഷുഡ് ഒബേ ഹൂക്സ് ലോ, സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. പ്ലെയിൻ സെക്ഷൻ ഷുഡ് റിമെയിൻ പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബക്ലിംഗ്. കോളം ഷുഡ് ഫെയിൽ ഇൻ ബക്ലിംഗ്. അപ്പം ഇങ്ങനെ സ്ലെൻഡർ ലോങ് കോളംസ് ബക്ലിംഗ് വഴി ഫെയിൽ ആവുന്ന കോളംസിനാണ് നമ്മൾ ഈ യൂളേഴ്സ് തിയറി ഓഫ് ബക്ലിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ് ഈ തിയറി പറയുന്നത്? യൂളേഴ്സ് തിയറി ഓഫ് ബക്ലിംഗ് ഡിസ്ക്രൈബ്സ് ഹൗ ലോങ് സ്ലെൻഡർ കോളംസ് അണ്ടർ ആക്സിയൽ കംപ്രഷൻ ഫെയിൽ ബൈ സഡൻലി ബെൻഡിങ് ലാറ്ററലി when the applied load exceeds the critical value P. അപ്പോൾ ഈ തിയറിയിൽ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ, എത്രമാത്രം ലോഡ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ലോഡ് ഒരു പർട്ടിക്കുലർ വാല്യൂ പി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ സ്ലെൻഡർ കോളം ബക്ലിംഗ് വഴി ഫെയിൽ ആകുന്നത് എന്ന ആ ഒരു ബക്ലിംഗ് ലോഡിൻ്റെ വാല്യൂ ആണ് യൂളേഴ്സ് തിയറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഈ ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാം? ബക്ലിംഗ് ലോഡ് ഓർ ക്രിട്ടിക്കൽ ലോഡ് ഓർ ക്രിപ്ലിംഗ് ലോഡ് എന്നും വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് ഇസ് ഡിറ്റർമൈൻഡ് യൂസിങ് ദ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ മിനിമം ബൈ എൽ എഫക്റ്റീവ് സ്ക്വയർ. പൈ നമുക്കറിയാം, ഇ ഐ എന്താ?
ഇ ഇസ് എ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. ഐ മിനിമം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിനിമം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പോൾ റെക്ടാങ്കുലർ കോളംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബിയും ഡിയും എന്ന് പറഞ്ഞ് 2 ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ ഐ മിനിമം കിട്ടുന്നത് ഏത് ഡയമെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നമുക്ക് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? BD³/12. അതിൽ ബിയും ഡിയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരം ഐ മിനിമം കിട്ടുന്ന ആ വാല്യൂ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതേപോലെ എൽ എഫക്റ്റീവ്, നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളമാണ്, അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള അടുത്ത താഴെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ യൂളേഴ്സ് ബക്ലിംഗ് ലോഡ് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് യൂളേഴ്സ് തിയറി ഓഫ് ബക്ലിംഗ്. ഇപ്പോൾ യൂളേഴ്സ് തിയറി ഓഫ് ബക്ലിംഗ് സ്ലെൻഡർ ആൻഡ് ലോങ് കോളംസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ബക്ലിംഗ് വഴി ഫെയിൽ ആവുന്ന കോളംസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് എത്ര ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് കോളം ബക്ലിംഗ് വഴി ഫെയിൽ ആകുന്നതെന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഇക്വേഷൻ ഇസ് π² EI minimum by L effective square. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രോബ്ലം വെച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എൽ എഫക്റ്റീവ് സ്ക്വയർ എന്ന് പറഞ്ഞല്ലോ. എൽ എഫക്റ്റീവ് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K/L. L എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന ലെങ്ത് ഓഫ് ദ കോളം. K ഇസ് ദ എഫക്റ്റീവ് ലെങ്ത് ഫാക്ടർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ എൻഡ് കണ്ടീഷൻസ്. കോളത്തിൻ്റെ സപ്പോർട്ട്സ് 2 എൻഡ്സിലെ ഇപ്പം അത് ഫിക്സഡ് ആണോ അതോ ഫ്രീ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ K എന്ന എഫക്റ്റീവ് ലെങ്ത് ഫാക്ടർ വേരി ചെയ്യുന്നത്. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോളംസിൻ്റെ 2 എൻഡ്സിൻ്റെയും കണ്ടീഷൻ തന്നിട്ട് K എത്ര ആണ് അല്ലെങ്കിൽ എൽ എഫക്റ്റീവ് എത്ര ആണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 2 എൻഡ്സും ഫിക്സ്ഡ് ആയിട്ടുള്ള കോളത്തിൻ്റെ തിയറട്ടിക്കൽ K വാല്യൂ 0.5ഉം നമ്മളത് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഡിസൈൻ എടുക്കാൻ നേരം നമ്മൾ 0.65 ടൈംസ് ആണ് എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇനി ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് നോക്കി പിൻഡാണ്. പിൻഡായിട്ട് വരാൻ നേരം റൊട്ടേഷൻ ഇസ് ഫ്രീ ആൻഡ് ട്രാൻസ്ലേഷൻ ഇസ് ഫിക്സ്ഡ്. അതായത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, മൊമെൻ്റ് അവിടെ റെസ്ട്രിക്റ്റഡ് അല്ല, പക്ഷേ ട്രാൻസ്ലേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്, മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസിൽ തിയറട്ടിക്കൽ വാല്യൂ 0.7ഉം റെക്കമെൻഡഡ് വാല്യൂ 0.8 ടൈംസ് കെയുമാണ്, 0.8 ടൈംസ് എല്ലും ആണ്. ഇനി ഒരു എൻഡ് ഫിക്സ്ഡ് മറ്റേ എൻഡ് ഫ്രീ ആണ്. ഇനി ഫ്രീ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. നോക്കിയേ, റൊട്ടേഷൻ ഇസ് ഫിക്സ്ഡ് ആൻഡ് ട്രാൻസ്ലേഷൻ ഇസ് ഫ്രീ. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മൂവ് ചെയ്യാൻ പറ്റും ഹൊറിസോണ്ടലി. അങ്ങനെ വരാൻ നേരം തിയറട്ടിക്കൽ വാല്യൂ 1 ആണ്, റെക്കമെൻഡഡ് വാല്യൂ 1.2 ആണ്. ഇനി 2 എൻഡ്സും പിൻഡാണെങ്കിലോ 2 എൻഡ്സിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ട്രാൻസ്ലേഷൻ ഫിക്സ്ഡ് ആണ്. അങ്ങനെ വരാൻ നേരം തിയറട്ടിക്കൽ വാല്യൂ 1ഉം റെക്കമെൻഡഡ് വാല്യൂ 1ഉം ആണ്. ഇനി ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് കംപ്ലീറ്റ്ലി ഫ്രീയുമാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരം 2 ആണ് ഇവിടുത്തെ K ഫാക്ടർ വരുന്നത്. റെക്കമെൻഡഡ് വാല്യൂ 2 തന്നെയാണ്. ഇനി ഒരു എൻഡ് പിൻഡും മറ്റേ എൻഡ് ഇതേപോലെ റൊട്ടേഷൻ ഫിക്സ്ഡ് ആണ്, പക്ഷേ ട്രാൻസ്ലേഷൻ ഫ്രീ ആണ് എങ്കിൽ അവിടെ തിയറട്ടിക്കൽ വാല്യൂയും റെക്കമെൻഡഡ് വാല്യൂ 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ 2 എൻഡ് ഫിക്സ്ഡ്, 2 എൻഡും പിൻഡായിട്ട് വരുമ്പം ഒരു എൻഡ് ഫിക്സ്ഡ് ഒരു എൻഡ് ഫ്രീ. ഇപ്പോൾ നമ്മൾ 2 എന്ന് പറഞ്ഞല്ലോ, ആ ഒരു കണ്ടീഷനും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ മാറ്റിയെടുക്കാം? ഈ യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുമെന്നുള്ളത് നോക്കാം. സ്ലെൻഡർനെസ് റേഷ്യോ എന്താ? ഇറ്റ് ഈസ് എഫക്റ്റ് ഓഫ് റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ലാംഡ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലാംഡ ഇസ് ഈക്വൽ ടു എൽ എഫക്റ്റീവ് ബൈ കെ. കെ ഇവിടെ എന്തുവാ? ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് ഐ മിനിമം ബൈ എ. ഐ മിനിമം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ BD³/12 ഇപ്പോൾ റെക്ടാങ്കുലർ കോളത്തിൻ്റെ കേസിലാണെങ്കിൽ ഏത് വാല്യൂ ബിക്കും ഡിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് മിനിമം വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ വാല്യൂ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ മിനിമം ബൈ എന്ന് കിട്ടി. ഇനി നമ്മുടെ യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? π² EI ബൈ എൽ എഫക്റ്റീവ് സ്ക്വയർ ആണ്. ഈ എൽ എഫക്റ്റീവ് സ്ക്വയറിൻ്റെ അവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ λ² K എന്ന് കിട്ടും. എൽ എഫക്റ്റീവ് സ്ക്വയർ λ² K² എന്ന് വന്നു. അപ്പം K² നമുക്കിവിടെ ഐ മിനിമം ബൈ എ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരാൻ നേരം റീഅറേഞ്ച് ചെയ്തെല്ലാം വരുമ്പോൾ നമുക്ക് യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് ഇസ് ഈക്വൽ ടു π² EA ബൈ λ² എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടെ നോക്കി വെച്ചേക്കണം. ഇനി നമുക്ക് ഈ യൂളേഴ്സ് തിയറിയുടെ ലിമിറ്റേഷൻ എന്താണെന്നുകൂടെ നോക്കാം. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ലോങ് കോളംസ്. അപ്പോൾ അസംഷനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് സ്ലെൻഡർ കോളംസിൽ ബക്ലിംഗ് വഴി ഫെയിൽ ആകുന്ന സ്ലെൻഡർ കോളംസിനാണ് ഈ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് കോളംസിൻ്റെ അനാലിസിസിന് നമുക്ക് ഈ ഒരു തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബക്ലിംഗ് ലോഡ് ഒബ്റ്റെയിൻഡ് ഇസ് മച്ച് ലാർജർ ദാൻ ദ ആക്ച്വൽ ബക്ലിംഗ് ലോഡ്. ഇപ്പോൾ യൂളേഴ്സ് തിയറിയുടെ ഇക്വേഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ബക്ലിംഗ് ലോഡ് ഉണ്ടല്ലോ, ക്രിട്ടിക്കൽ ലോഡ്, അത് ആക്ച്വലി കോളം ഫെയിൽ ആകുന്ന ലോഡിനെക്കാട്ടിലും ഒരുപാട് കൂടുതലായിരിക്കും. അതാണ് ഈ ഒരു തിയറിയുടെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. അടുത്തത് റാങ്കൈൻസ് തിയറി. കോളംസ്
എന്ന ടോപ്പിക്ക് പഠിക്കാൻ നേരം നമുക്ക് ഈ രണ്ട് തിയറികളാണ് മെയിനായിട്ട് അറിയാനുള്ളത്, യൂളേഴ്സ് തിയറിയും റാങ്കൈൻസ് തിയറി. ഈ റാങ്കൈൻസ് തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ആൻഡ് ലോങ് കോളംസിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. Euler's theory only for long columns, Rankine's theory is used for short and long columns. For short columns, the buckling load is very high, making PR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Rankine's buckling load അല്ലെങ്കിൽ Rankine's failure load എന്ന് നമുക്ക് വിളിക്കാം. PR almost equal to the crushing load. ഇപ്പോൾ ഷോർട്ട് കോളംസ് നമ്മൾ പറഞ്ഞു, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഷോർട്ട് കോളം ക്രഷിംഗ് വഴി ഫെയിൽ ആകും, അല്ലെങ്കിൽ കംപ്രഷൻ ഫെയിലിയർ ആണ് ഉണ്ടാകുന്നതെന്നാണ്. ഇപ്പോൾ ഷോർട്ട് കോളംസിൻ്റെ കേസിൽ ഈ ഫെയിലിയർ ലോഡ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ക്രഷിംഗ് ലോഡ്. Essentially, Rankine's theory ensures that as a column becomes shorter, the predicted failure load converges to the material's compressive strength. അപ്പോൾ കംപ്രഷൻ ഫെയിലിയർ ഷോർട്ട് കോളത്തിൽ ഉണ്ടാകുന്നു എന്ന് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ റാങ്കൈൻസ് ക്രിട്ടിക്കൽ ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരം ഷോർട്ട് കോളംസിൻ്റെ കേസിൽ അത് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ കംപ്രസീവ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ കംപ്രസീവ് മെറ്റീരിയൽ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോളം. അപ്പോൾ എന്താണ് റാങ്കൈൻസ് തിയറി പറയുന്നത്? 1/p, p is the ക്രിട്ടിക്കൽ ലോഡ് നമുക്ക് വിളിക്കാം അക്കോർഡിംഗ് ടു റാങ്കൈൻസ് തിയറി, ഇസ് ഈക്വൽ ടു 1/pc പ്ലസ് 1/pe. pc എന്താ? pc is the crushing load. ക്രഷിംഗ് ലോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് നമുക്ക് ക്രഷിംഗ് സ്ട്രെസ് ആയിട്ട് സിഗ്മ സി ആയിട്ട് എടുക്കുവാണെങ്കിൽ സിഗ്മ സി ഇൻറ്റു എ ചെയ്യാൻ നേരം, ക്രോസ് സെക്ഷൻ ഏരിയ ചെയ്യുന്ന നേരം നമുക്ക് ക്രഷിംഗ് ലോഡ് കിട്ടും. ഇനി പി ഇ എന്തുവാ? നമ്മൾ നേരത്തെ പഠിച്ച യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡാണ്. അതിന് ഇക്വേഷൻ നമുക്കറിയാം, പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ എഫക്റ്റീവ് സ്ക്വയർ. അപ്പോൾ ഇത്രയാണ് റാങ്കൈൻസ് തിയറിയിൽ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇത് ഷോർട്ട് ആൻഡ് ലോങ് കോളംസിൻ്റെ അനാലിസിസിലും യൂസ് ചെയ്യുന്നു എന്നത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോളംസ് എന്ന ടോപ്പിക്കിൽ നമുക്ക് 2 തിയറി പഠിക്കാനുണ്ട്. 2 തിയറിയുടെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതേപോലെ സ്ലെൻഡർനെസ് റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരം ഈ യൂളേഴ്സ് തിയറി, യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറുന്നു എന്നുള്ള അറിഞ്ഞിരിക്കണം. അതേപോലെ കെ ഫാക്ടർ നമ്മൾ പഠിച്ചു, എഫക്റ്റീവ് ലെങ്ത് ഫാക്ടർ ഫോർ ഡിഫറെൻറ്റ് എൻ കണ്ടീഷൻസ് ഓഫ് കോളം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കി വെക്കണം. ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.